ഈ നല്ല ദിവസം പരിശുദ്ധ അമ്മയുടെ പുണ്യയോഗ്യതകൾ പരിഗണിച്ച് ആകാശത്തിൻ്റെ തമ്പുരാൻ അവളുടെ പ്രിയപ്പെട്ട മോൻ ഈശോ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, കുരിശിൻ ചുവട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മയും ശ്രേഷ്ഠ ശിഷ്യനും നിൽക്കണ കണ്ടപ്പോൾ ഈശോ മറിയത്തോട് പറഞ്ഞു, മേരി ഇതാ നിൻ്റെ മോൻ. യോഹന്നാനോട് പറഞ്ഞു, ജോൺ ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ആ സംഭവം വായിക്കും. യോഹന്നാൻ തന്നെ അത് എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാനോട് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശോ പറയാൻ ആഗ്രഹിച്ചത് അതാണ്. സത്യത്തിൽ നമുക്ക് രണ്ടമ്മയുണ്ട്. ഒരമ്മ 9 മാസം നമ്മെ ഉദരത്തിൽ വഹിച്ച് നൊന്ത് പ്രസവിച്ച് മുലയൂട്ടി വളർത്തി നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്ന നമ്മുടെ പൊന്നുംകെട്ട അമ്മ, നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള അമ്മ. പക്ഷെ ഈശോ പറയും, നിനക്ക് വേറൊരു അമ്മയുണ്ട്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണ ഒരമ്മ. ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയണത് അതാണ്. ഈ ലോകത്ത് നിനക്ക് വേണ്ടതൊക്കെ ക്രമപ്പെടുത്താൻ ഈ ലോകത്തുള്ള നിന്റെ അമ്മയെ കൊണ്ടാവും. അതിനുള്ള സകല നന്മകളും നിന്നെ പ്രസവിച്ച മുലയൂട്ടി വളർത്തിയ നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീ മറക്കരുത്, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോണത് നിന്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നാളത്തെ ദിവസം പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മേ എന്നെ സ്വർഗത്തിൽ കൊണ്ടോണേ. എന്നെ മാത്രമല്ല അമ്മേ, എനിക്ക് ദൈവം തന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിൽ കൊണ്ടോണേ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാണെന്നാണ് അച്ഛന് തോന്നുന്നത്. അമ്മ മാതാവേ, എന്നെ സ്വർഗത്തിൽ കൊണ്ടോണേ. എനിക്കൊന്നും വേറെ ഒന്നും വേണ്ട എൻ്റെ അമ്മേ. എന്നെ മാത്രമല്ല, എൻ്റെ ദൈവം എനിക്ക് തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ സ്വർഗത്തിൽ കൊണ്ടോണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഫുൾട്ടൻ ജഷീനൊക്കെ പറയണത്, ദ വുമൺ ഐ ലവ്, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പാപികളാണ്, നമ്മൾ ബലഹീനരാ, നമുക്ക് 100 കുറവുകളും പോരായ്മകളും ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, പാപലേശമേശാത്ത നിഷ്കളങ്കയായ ഉത്ഭവം മുതൽ പരമപരിശുദ്ധയായ ഒരമ്മ എനിക്ക് സ്വർഗത്തിലുണ്ട്. എൻ്റെ കർത്താവ് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആദ്യത്തെ ബലിയുടെ സമയത്ത് അവൻ എനിക്ക് തന്ന അവൻ്റെ പ്രിയപ്പെട്ട സമ്മാനം, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ പറിച്ചു തന്ന അവൻ്റെ ഏറ്റവും വലിയ സ്നേഹം, അതാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ അമ്മയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കണം. ആ അമ്മയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ജപമാല നമ്മൾ മുടക്കരുത്. കൊന്ത ആഭരണമായിട്ടല്ല, ആയുധമായി തന്നെ കയ്യിൽ സൂക്ഷിക്കണം. പിശാചിനെയും അവൻ്റെ പ്രലോഭനങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒക്കെ നശിപ്പിക്കാൻ വരുന്ന പൈശാചിക ശക്തികളോട് പടപൊരുതാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാലയെന്ന് നമ്മൾ തിരിച്ചറിയണം. അമ്മയോട് ചേർന്ന് ഈ ലോക ജീവിതത്തിൽ പിശാചിനോട് പടവെട്ടി സ്വർഗത്തിൽ പോയി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് അനുഗ്രഹം കിട്ടണം, നമുക്ക് സാധിക്കണം. അതിനുള്ള വലിയ കൃപകൾ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം. സാധാരണ അച്ഛൻ പറയാറുണ്ട്, പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സന്ദേശം അത് തന്നെയാണ്. മക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കണ്ട, ഭയപ്പെടണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മംഗളവാർത്ത കേൾക്കുമ്പോൾ മറിയത്തിന് 13 വയസ്സാണെന്നാണ് പറയണത്. 13 വയസ്സെന്ന് പറയാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ശരീരം ഒരു ജീവനെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാകുന്നത് ആ പ്രായത്തിലാണെന്നാണ് ബയോളജി പറയണത്, ശരീരശാസ്ത്രം. 13 വയസ്സിൽ മറിയത്തിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ടു. അവളോട് പറഞ്ഞു, നീ ഗർഭിണിയാവും. എട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണ. എത്ര വലിയ ഇരുട്ടായിരിക്കണം ആ വാർത്ത അവളുടെ മനസ്സിൽ നിറച്ചത്. എത്ര വലിയ ഇരുട്ട്, ഭയത്തിൻ്റെ, ആകുലതയുടെ, അസ്വസ്ഥതയുടെ, ഒരു എത്തും പിടിയും കിട്ടാത്ത ഭാവിയുടെ. പക്ഷെ അമ്മ വളരെ മനോഹരമായി പ്രത്യുത്തരിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
മംഗളവാർത്ത കൊണ്ട് തുടങ്ങിയുള്ളൂല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം അവളുടെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് അവൾ ആരോടെന്തു പറയും? അവൻ വളർന്നു കഴിയുമ്പോൾ അവളെയും അവളുടെ മകനെയും സമൂഹം എങ്ങനെ നോക്കിക്കാണും, എങ്ങനെ വിലയിരുത്തും? ഇന്നുപോലും നമുക്കറിയാം അഹിതമായി ഗർഭം ധരിപ്പിക്കപ്പെടുന്നൊരു പെണ്ണ്, അവളിൽ ജനിക്കുന്ന കുഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വരുന്ന ഭീകരമായ കുറ്റപ്പെടുത്തലുകൾ എത്ര വലുതാണ്. മറിയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് ബൈബിള് പഠിക്കുന്നവർ പറയണത്, മറിയത്തെ പഠിക്കുന്നവർ പറയണത്, നീ കടന്നു പോകാത്ത ഒരു വേദനയിലൂടെയും മറിയവും കടന്നുപോയിട്ടില്ല. നീ കടന്നുപോയിട്ടുള്ള എല്ലാ വേദനകളിലൂടെയും നിനക്ക് മുമ്പേ അവൾ കടന്നുപോയിട്ടുമുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് വേദനയായിക്കോട്ടെ, ഏത് കഷ്ടപ്പാടായിക്കോട്ടെ, അത് അത്രമേൽ മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അത്ര ഭീതിതമാണ് മറിയം കടന്നുപോയ വഴികൾ. അവൾ അപ്പോഴൊക്കെ ചെയ്തത് എന്തെന്ന് നമുക്കറിയാം. അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവൾ കർത്താവിനോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നടക്കട്ടെ. നിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വേദനകളുടെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ നിൻ്റെ മനസ്സിൽ ഈ ചിന്ത വേണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയാണ്. എൻ്റെ യജമാനൻ എൻ്റെ കർത്താവാണ്. എൻ്റെ യജമാനൻ എൻ്റെ കർത്താവാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വെറുതെ വായിക്കുകയായിരുന്നു. അബ്രാഹത്തിൻ്റെ മോൻ ഇസഹാക്കിന് പെണ്ണന്വേഷിച്ച് പോയ ഭൃത്യൻ, അവൻ ചെല്ലിടത്തൊക്കെ പറയുന്ന ഡയലോഗ് അങ്ങനെയാണ്, എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വരുന്നത്. എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവം. എല്ലായിടത്തും അയാളുടെ വഴി, അയാളുടെ മാർഗത്തെ സാധൂകരിക്കുന്നത് ഈ വാചകം പറഞ്ഞുകൊണ്ടാണ്. അയാൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊരു ദൈവമുണ്ട്. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അത്. അവൻ പറയണത് ചെയ്യുക, അവൻ്റെ വഴിയെ നടക്കുക. കാനാവിലെ കല്യാണത്തിൽ അവളതാ പറഞ്ഞത്. എല്ലായിടത്തും അവളതാ പറയണത്, നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കരുത്. അച്ഛൻ എന്നും പറയാറുള്ള കാര്യമാണ്. അമ്മയുടെ വചനഭാഷ്യമാണത്, അമ്മയുടെ സുവിശേഷമാണത്. ഡു വാട്ട് ഹീ സെയ്സ്, ദ ഗോസ്പൽ ഓഫ് മേരി. ഡു വാട്ട് ഹീ സെയ്സ്, അവൻ പറയുന്നത് ചെയ്യുക. ഇറ്റ്സ് നോൺ ആസ് ദ ഗോസ്പൽ ഓഫ് മേരി, മറിയത്തിൻ്റെ സുവിശേഷം. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കണ്ട, നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്കുക. അപ്പോൾ ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. പ്രളയം വന്നോട്ടെ, കടബാധ്യതകൾ വന്നോട്ടെ, കൊറോണ വന്നോട്ടെ, എന്ത് ദുഃഖ ദുരിതങ്ങളിലൂടെ വേണമെങ്കിലും കർത്താവ് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അനുവദിക്കട്ടെ. അവിടെയെല്ലാം നമ്മൾ ഓർക്കണം, കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. ദൈവത്തെ കാര്യമായിട്ടെടുക്കാൻ അമ്മ പറയും. അമ്മ കടന്നുപോയ ജീവിത വഴികളെ ധ്യാനിക്കുക. അത്ര ഭീകരമായതിലൂടെയൊന്നും നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് അച്ഛന് സംശയമുണ്ട്. അത്രമാത്രം ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറി അവളുടെ ജീവിതം. അപ്പോഴെല്ലാം അവളുടെ ഊന്നുവടി അത് മാത്രമായിരുന്നു, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം. ദാവീദ് പറയുന്നത് പോലെ, തമ്പുരാനാണ് എൻ്റെ ഇടയൻ, ഞാൻ അല്പം പോലും ഭയപ്പെടില്ല. ഏത് ദുഃഖ ദുരിത പർവ്വങ്ങളിലൂടെ നടക്കേണ്ടി വന്നാലും ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണെങ്കിൽ പോലും അവൻ്റെ സാന്നിധ്യം എനിക്ക് ബലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം വളരെ മോശമാണ്. ഭാവിയെക്കുറിച്ചുള്ള ഒത്തിരി ഉത്കണ്ഠകൾ നമ്മുടെ ഉള്ളിലുണ്ട്. നാളെ എന്തായി തീരുമെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ബിസിനസ് മേഖലയിൽ, പഠന മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തും, യു ഡോണ്ട് വറി, ടേക്ക് യുവർ ഗോഡ് സീരിയസ്ലി ആൻഡ് ദെൻ ഗോഡ് വിൽ ടേക്ക് യു സീരിയസ്ലി. ആൻഡ് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്കത് മതി, അത് മാത്രം മതി. നീ നിന്നെ തന്നെ ഇത്ര കാര്യമായിട്ടെടുക്കണ്ട, നീ നിന്റെ ദൈവത്തെ കാര്യമായിട്ടെടുക്ക്. അപ്പം ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. ആൻഡ് ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. അമ്മേ, എവിടെന്നാണ് നിനക്ക് ഈ ബലം കിട്ടിയത്? എവിടെന്നാണ് നിനക്ക് ഈ കൃപ കിട്ടിയത്? അമ്മ മാതാവേ, എനിക്കും വാങ്ങിച്ചതാ. ഞാൻ കടന്നു പോകുന്ന ജീവിതാവസ്ഥകൾ വളരെ മോശമാണ്.
എനിക്കൊരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ, മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സ്വന്തം ജീവിതത്തെക്കുറിച്ചും. അമ്മ മാതാവേ, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അമ്മ എനിക്ക് മധ്യസ്ഥയാവണം. സ്വർഗത്തിൻ്റെ വാതിൽക്കലോളം എന്നെ കാത്തിരിക്കുന്ന അമ്മേ, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നീ എനിക്ക് മുമ്പിലുണ്ടെന്നുള്ള തിരിച്ചറിവ് നീ എനിക്ക് തരണം. കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ചും ശരണപ്പെട്ടും സമാധാനത്തിൽ കഴിപ്പാൻ നീ എന്നെ സഹായിക്കണം. അവർണ്ണനീയമായ ദാനത്തെ പ്രതി എൻ്റെ കർത്താവെ, നീ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയെന്ന അവർണ്ണനീയമായ ദാനത്തെ പ്രതി, നീ എൻ്റെ ഹൃദയത്തിൽ തെളിച്ചു വയ്ക്കുന്ന വിശ്വാസമെന്ന, നിന്നോടുള്ള സ്നേഹമെന്ന അവർണ്ണനീയമായ ദാനത്തെ പ്രതി നിനക്ക് കോടി കോടി സ്തോത്രം. ആമേൻ.